സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ മണ്ഡലത്തിൽ സജീവമാക്കാൻ ഒരുങ്ങി യുഡിഎഫിലെ ഒരു വിഭാഗം. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബിജെപിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ അപ്രതീക്ഷിതമായി എത്തി കെഎസ്ആർടിസി പാലക്കാട് ബാംഗ്ലൂർ സർവീസിന്റെ ഉദ്ഘാടനവും നഗരസഭാ പരിധിയിലെ കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടിയിലും രാഹുൽ പങ്കെടുത്തു. നാളെ പിരാരിയിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും. വിവാദങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾ ആവശ്യപ്പെട്ടാണ് രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് എന്നാണ് പിരാരിയിലെ യുഡിഎഫ് നേതാക്കളുടെ പ്രതികരണം. നമ്മളിപ്പോൾ ഇതിപ്പോൾ ആരും വെല്ലുവിളിക്കാനോ രഹസ്യവും പരസ്യമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പാലക്കാട് എംഎൽഎ ഒരു ഫണ്ട് തന്നു, അത് നല്ല രീതിക്ക് ഞങ്ങൾക്ക് അവിടെ വിനിയോഗിക്കാൻ പറ്റി. അവിടെയുള്ള പ്രദേശവാസികളാണ്, അവർക്ക് എല്ലാവർക്കും വലിയ ഹാപ്പിയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാ പണി കഴിഞ്ഞപ്പോൾ തന്നെ പ്രദേശവാസികൾ നമ്മുടെ പറയണ്ടായി എംഎൽഎനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യണം പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫണ്ട് തന്ന ആൾ എംഎൽഎ ആണ്. അപ്പം നമ്മളത് അവിടെ എംഎൽഎനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം, പ്രദേശവാസികൾ എന്ത് പറയുന്നോ ആ ഒരു കാര്യത്തിനും വാർഡിലെ ആൾക്കാർ എന്ത് പറയണോ അതിനാണ് വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ കൂടെ നമ്മൾ ഈ ഒരു സമയവും കാര്യങ്ങളും വാങ്ങിയിട്ട് ആ ഒരു ഉദ്ഘാടന പരിപാടി നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ തീരുമാനിച്ച് ഇറങ്ങിക്കോളാൻ പറയുകയാണല്ലേ? പ്രത്യേകിച്ച് ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിന്റെ പോസ്റ്ററുകളോ പ്രചാരണമോ ഒന്നുമില്ലാതെ, മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ പെട്ടെന്ന് പരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്ന രീതി, അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? യോഷ്നി, തീർച്ചയായും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പിന്നീട് വീട്ടിൽ തന്നെ തുടർന്ന രാഹുൽ 38 ദിവസത്തിന് ശേഷം ആണ് പാലക്കാട്ടേക്ക് എത്തുന്നത്. അതിനുശേഷം 2 പൊതുപരിപാടികളിലാണ് രാഹുൽ പങ്കെടുത്തത്. ഒന്ന് KSRTCയിലെ പാലക്കാട് ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് AC ഡീലക്സ് ബസിന്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ ഇന്നലെ പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലെ കുടുംബശ്രീയിലെ വാർഷികാഘോഷം. ഈ 2 പരിപാടികളിലേക്കും രാഹുൽ എത്തിയത് യാതൊരു രീതിയിലുള്ള അറിയിപ്പുകളോ പാർട്ടിക്കകത്ത് പോലും കൃത്യമായി നടത്താതെയാണ്. പാർട്ടിയിലെ അതായത് UDF-ലെ തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ മാത്രം അറിവോടുകൂടിയും നിർദ്ദേശത്തോടു കൂടിയാണ് രാഹുൽ ഈ 2 പരിപാടികളിലും പങ്കെടുത്തത്. ഇതിനു പിന്നാലെ ഡിവൈഎഫ്ഐയും ബിജെപിയും വലിയ രീതിയിലൊരു പരിഹാസവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. ഇത്തരത്തിൽ ഒളിച്ച് രഹസ്യമായി രാഹുലിനെ പങ്കെടുപ്പിക്കുന്നു UDF-ലെ ഒരു വിഭാഗം നേതാക്കൾ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബിജെപിയും രംഗത്തേക്ക് എത്തിയത്. ഏതായാലും അത്തരത്തിൽ പരിഹാസം ഉയർന്നതിന് പിന്നാലെ ഇപ്പോൾ ഫ്ലെക്സും അതുപോലെ തന്നെ പോസ്റ്റർ ഉൾപ്പെടെ പരമാവധി പ്രചരണം നൽകിക്കൊണ്ട് നാളെ മുതൽ തന്നെ രാഹുലിന്റെ എല്ലാ പൊതുപരിപാടികളും നടത്താനാണ് ഇപ്പോൾ UDF-ലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. നാളെ പിരാരിയിലെ ഒരു റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും. ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ UDF-ലെയും കോൺഗ്രസിലെയും വലിയൊരു വിഭാഗത്തിന് ഇത്തരത്തിൽ പാർട്ടി നടപടി നേരിട്ട് ഒരു MLA പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി പൊതുയിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിലൊരു എതിർപ്പ് ഉണ്ട് ജനങ്ങൾക്കിടയിൽ. അത് പാർട്ടിയുടെ വലിയ രീതിയിൽ അവമതിപ്പും മുന്നണിക്കുൾപ്പെടെ വലിയ രീതിയിൽ അവമതിപ്പ് ഉണ്ടാക്കുമെന്നാണ് ആ നേതാക്കൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഏതായാലും രാഹുലിനെ ഒരു വിഭാഗം വലിയ രീതിയിൽ പൊതുവേദികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവിഭാഗം രാഹുൽ ഇത്തരത്തിൽ പൊതുവേദികളിലേക്ക് എത്തുന്നതും ജനങ്ങൾക്കിടയിലേക്ക് പാർട്ടി സംവിധാനം ഉപയോഗിച്ചെത്തുന്നതും വലിയ രീതിയിൽ അതൃപ്തിയിലാണ്. ശരി ഇക്ബാൽ.